Hello students, hope that you have tried the second part of the characterization of continuity at a point in terms of convergence of sequence. Let us explain. Here we assume in the converse part that sequence xn for all sequence xn converging to x, whenever sequence xn converges to x, that implies the image sequence, ഇതാണ് നമ്മുടെ assumption. Image sequence f of xn converges to f of x. And then we have to prove that f is continuous at the point x. xn x ലേക്ക് converge ചെയ്യുന്നു, fxn x ന്റെ ഇമേജ് ആയ fx ലേക്ക് converge ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ f xൽ xnകൾ പോകുന്ന ലിമിറ്റാണ് x ൽ കണ്ടിന്യൂസ് ആണ്, ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. And we have not used an assumption which is common to both parts of the theorem, and in the first part we did not use the assumption x is first countable at the point x. But even if the assumption is not used, or without the assumption x is first countable at x, we can prove that f is continuous at x implies sequence xn converges to x, means sequence fxn converges to f of x. That is what we have done in the last class. Now without x is first countable at x, we cannot prove sequence xn converges to x implies sequence fxn converges to fx is given, and then f is continuous at x. ഇത് തരുമ്പോൾ f കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് x is first countable എന്നുള്ളത് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതാണ് തിയറത്തിൽ അത് കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് പാർട്ടിന് വേണ്ടി അല്ല. Now what is first countability of a space at a point x? സ്പേസ് ഫസ്റ്റ് കൗണ്ടബിൾ ആണ്, x എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് കൗണ്ടബിൾ ആണ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കൗണ്ടബിൾ, whenever we were discussing about second countability, I was saying about first countability of a space. Second countability is about base, and first countability is something connected to local base. ലോക്കൽ ഒരു പോയിന്റിലെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് കൗണ്ടബിലിറ്റി എന്ന് നമുക്കറിയാം. കൗണ്ടബിലിറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്ന കളക്ഷന്റെ മെമ്പേഴ്സിന്റെ എണ്ണത്തെ ആശ്രയിച്ചുമാണ് ഇരിക്കുന്നത്. ഗിവൺ ദാറ്റ് എക്സ് ഈസ് ഫസ്റ്റ് കൗണ്ടബിൾ അറ്റ് എക്സ്, ഇതുണ്ട്, അതവിടെ ഉണ്ട്. അപ്പം നമുക്കത് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. സിൻസ് എക്സ് ഈസ് ഫസ്റ്റ് കൗണ്ടബിൾ അറ്റ് എക്സ്, ദർ എക്സ് ഇസ് എ കൗണ്ടബിൾ ലോക്കൽ ബേസ് അറ്റ് എക്സ്. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ പ്രൂഫ് പറയാം. ലെറ്റ് ദ കൗണ്ടബിൾ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ഉപയോഗിക്കാൻ പോവാം. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അത്രയൊക്കെ ക്ലിയർ ആയിട്ട് എഴുതി എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് സ്റ്റാൻഡേർഡ്. അങ്ങനെ മനസ്സിലാവാത്ത ഭാഷയിൽ പറയുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് എന്നൊരു കിടക്കിന് വിചാരിക്കാം. ലെറ്റ് ദ കൗണ്ടബിൾ ലോക്കൽ ബേസ് ഉണ്ടെന്ന് എന്നാ ഉറപ്പിരിക്കുന്നത്? ഫസ്റ്റ് കൗണ്ടബിൾ ലോക്കൽ ബേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് ദ ഫസ്റ്റ് കൗണ്ടബിലിറ്റി ഉള്ളതുകൊണ്ട് കൗണ്ടബിൾ ലോക്കൽ ബേസ് അറ്റ് എക്സ്. ടെക്സ്റ്റിലൊക്കെ നിങ്ങളിങ്ങനെ കാണുന്നത് മനസ്സിലാവാത്ത ഈ ഭാഷയായിരിക്കും. അപ്പോൾ എന്തിനാ എവിടുന്നാ എടുത്തതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അതാണ് എക്സ് ഈസ് ഫസ്റ്റ് കൗണ്ടബിൾ എന്നിവിടെ തന്നിട്ടുണ്ട്. സിൻസ് ശരിക്കും വരേണ്ടത് അതാണ്. സിൻസ് എക്സ് ഈസ് ഫസ്റ്റ് കൗണ്ടബിൾ അറ്റ് എക്സ്, ദർ എക്സ് ഇസ് എ കൗണ്ടബിൾ ലോക്കൽ ബേസ് അറ്റ് എക്സ്, ആൻഡ് വി ആർ ടേക്കിംഗ് ദ കൗണ്ടബിൾ ലോക്കൽ ബേസ് അറ്റ് എക്സ്. ലോക്കൽ ബേസ് എന്ന് പറയുന്നതും നെയ്ബർഹുഡ്സിൻ്റെ ഒരു കളക്ഷനാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ അതിനെ ലിസ്റ്റ് ചെയ്യാനും സാധിക്കും കൗണ്ടബിൾ ആയതുകൊണ്ട്. എപ്പോഴും ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കൗണ്ടബിൾ ലോക്കൽ, ഫസ്റ്റ് കൗണ്ടബിലിറ്റി ഉള്ളതുകൊണ്ട് കൗണ്ടബിൾ ലോക്കൽ ബേസ് ആണ്. ലെറ്റ് us ലിസ്റ്റ് ദ എലമെന്റ്സ് ഓഫ് ദ ലോക്കൽ ബേസ്. എക്സിൽ ഡിഫൈൻ ചെയ്യുന്ന ലോക്കൽ ബേസിലെ എലമെന്റ്സിനെ v1 v2 കൗണ്ടബിൾ എന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇതിവിടെ തീരുവോ? vnൽ തീരുവോ? ഇല്ല. കൗണ്ടബിൾ എണ്ണാമെന്നേ പറഞ്ഞുള്ളൂ, തീർക്കാം എന്ന് പറഞ്ഞിട്ടില്ല. vn എക്സെട്ര. ദിസ് ഈസ് എ കൗണ്ടബിൾ ലോക്കൽ ബേസ് അറ്റ് ദ പോയിന്റ് എക്സ്. ഇനി നമ്മൾ നമ്മുടെ പ്രൂഫിന്റെ ആവശ്യത്തിലേക്കായിട്ടൊരു ചെറിയ കൺസ്ട്രക്ഷൻ നടത്തുകയാണ്, വലിയ കാര്യമൊന്നുമില്ല. ലെറ്റ് us define w1 equal to v1 and w2 equal to v1 intersection v2, w3 equal to v1 intersection v3 etc. wn പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? v1 intersection v2 intersection etc. intersection vn എന്നായിരിക്കും. എക്സെട്ര. തീർന്നില്ല, ഇങ്ങനെ നമുക്കെല്ലാം
ഡിഫൈൻ ചെയ്യാം. ഇതിനെന്താ പ്രത്യേകത നിങ്ങൾ നോക്കുക. W1 V1, W2 ആകുമ്പോൾ V1ഉം വേറൊരു സെറ്റും കൂടെ ഇന്റർസെക്ഷൻ എടുത്തു. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ V1 മുഴുവനും ഇവിടെ ഉണ്ടാവണമെന്നില്ല. ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള പോയിന്റ്സേ ഉള്ളൂ. അപ്പോൾ V1 തന്നെ പോയിന്റ്സ് മുഴുവൻ ഇല്ല, ഇത് ചെറുതാണ്. We know that V1 intersection V2 is a subset of V1 or W2 is a subset of W1. അങ്ങനെ പോയാൽ W3 ഒരു സെറ്റും കൂടെ അഡീഷണൽ കൊണ്ടുവന്നിട്ട് ഇന്റർസെക്ഷൻ എടുത്തതാ. അപ്പോൾ W3 is a subset of W2. അങ്ങനെയാണ് ഇവരുടെ ഒരു പാറ്റേൺ പോകുന്നത്. W1 subset of W2, W2 subset of W1, W3 subset of W2, W4 subset of W3. പുറകിലത്തതിന്റെ സബ്സെറ്റ് ആണ് അങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, സൂപ്പർ സെറ്റ് നൊട്ടേഷൻ ഉപയോഗിച്ചാൽ മതി. W1 സൂപ്പർ സെറ്റ് ഓഫ് അല്ലേ, W2 രണ്ടാമത്തെ റിലേഷൻ നോക്കിയാൽ സൂപ്പർ സെറ്റ് ഓഫ് W3 സൂപ്പർ സെറ്റ് ഓഫ്, ഇങ്ങനെയാണ് ഈ റിലേഷൻ പോകുന്നത്. അങ്ങനെ കാണുന്നതിന് അങ്ങനെയാണെന്നൊക്കെ അറിയാം. സബ്സെറ്റ് കൊണ്ട് സൂപ്പർ സെറ്റ് കൊണ്ട് ഒക്കെ അവസാനം വരെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ഒരേ ക്രമത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതിനെന്നാ നമ്മൾ പറയാം മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ നെസ്റ്റഡ് ലോക്കൽ ബേസ് ആയി. ഇപ്പം ഇതൊരു നെസ്റ്റഡ് ഫാമിലി ഓഫ് സെറ്റ്സ് ആണ്. V1, V2, V3 etc. is a local base countable, and from that we have constructed a nested local base at X. Xൽ പഴയത് ഉപയോഗിച്ച് നമ്മളൊരു നെസ്റ്റഡ് ലോക്കൽ ബേസ് കണ്ടുപിടിക്കുന്നു. അതിനെന്താ പ്രയോജനം? നെസ്റ്റഡ് ലോക്കൽ ബേസ് ആകുമ്പോൾ അങ്ങേയറ്റത്തേക്ക് ചെറുതാ, അല്ല ഇവിടെ ഉള്ളതൊക്കെ വലുതാ. അപ്പം ഞാൻ ഈ സൈഡിൽ നിന്ന് ഒരു W1ൽ നിന്നൊരു പോയിന്റ് എടുത്താൽ അവിടുത്തെ പോയിന്റ്സ് മുഴുവനും അതിന് പുറകിലുള്ളതിൻ്റെ ഒക്കെ സബ്സെറ്റാണ്. അപ്പോൾ അവിടുത്തെ പോയിന്റ്സ് മുഴുവനും ഇങ്ങോട്ടുള്ള സെറ്റുകളിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം നമുക്ക് വരുന്നുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ നെസ്റ്റഡ് ലോക്കൽ ബേസ് യഥാർത്ഥത്തിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കൺസ്ട്രക്ഷൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നമുക്ക് സീക്വൻസ് XN കൺവേർജസ് ടു X ഇംപ്ലൈസ് സീക്വൻസ് FXN കൺവേർജസ് ടു FX എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺവേഴ്സ് പാർട്ടിൽ F കണ്ടിന്യൂസ് അറ്റ് X എന്ന് അപ്രൂവ് ചെയ്യേണ്ടത് ഒന്നും ഇപ്പോൾ പറയുന്നില്ല, അത് മനസ്സിലിരുന്നാൽ മതി. അപ്പോൾ കണ്ടിന്യൂസ് അറ്റ് X എന്ന് പറയാൻ പല മാർഗങ്ങളുണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. തിയറത്തിൽ ഇതുവരെ ഉപയോഗിക്കാത്ത എക്സിലെ സ്പേസ് Xലെ പോയിന്റ് Xലെ ഫസ്റ്റ് കൗണ്ടബിലിറ്റി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് വെറുതെ അനാവശ്യമായിട്ട് വന്നിരിക്കുന്നതല്ല, കഴിഞ്ഞ പാർട്ടിലോട്ട് ഉപയോഗിച്ചിട്ടുമില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും ആവശ്യം വരും എന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്, നമ്മുടെ ആവശ്യത്തിലേക്ക് അതിനെ എങ്ങനെ കൊള്ളിക്കാം എന്നാണ് നോക്കുന്നത്. ഒരു പോയിന്റിൽ ഫസ്റ്റ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൗണ്ടബിൾ ലോക്കൽ ബേസ് ഉണ്ട്. ലോക്കൽ ബേസിലുള്ളത് നെയ്ബർഹുഡ്സ് ആണ്. ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ലോക്കൽ ബേസിലെ പോയിന്റ്സ് ഉണ്ടാവും. ഇത് കൗണ്ടബിൾ കൂടിയാണ്. ലെറ്റ് V1, V2 എക്സെട്ര ബി ദ കൗണ്ടബിൾ, തീർന്നില്ല എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി, എണ്ണം തീരുന്നില്ല എന്നുള്ളതാണ്. അതൊരു കൗണ്ടബിൾ ലോക്കൽ ബേസ് ആണ് എന്ന് വിചാരിക്കുക. അത് ഏതും ആയിക്കൊള്ളട്ടെ. പക്ഷെ അങ്ങനെയുള്ള ഏതിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നെസ്റ്റഡ് കൗണ്ടബിൾ, ഇതിനുള്ള അത്ര എണ്ണം വരുന്നുള്ളൂ, നെസ്റ്റഡ് കൗണ്ടബിൾ ലോക്കൽ ബേസ്. ഇപ്പോൾ ലോക്കൽ ബേസ് ആണോ എന്നുള്ളത് സംശയമുണ്ട്. നെസ്റ്റഡ് കൗണ്ടബിൾ സെറ്റ്സ് എന്ന് തൽക്കാലം പറഞ്ഞാൽ മതി, ഫോം ചെയ്യാൻ സാധിക്കും. ഇതിലെ ആദ്യത്തെ മെമ്പറിനെ W1 എന്ന് റീനെയിം ചെയ്യുന്നു. ആദ്യത്തെ 2 എണ്ണത്തിന്റെ ഇന്റർസെക്ഷൻ അടുത്തത്, ആദ്യത്തെ 3 എണ്ണത്തിന്റെ ഇന്റർസെക്ഷൻ അടുത്തത്, അങ്ങനെ ഫോം ചെയ്യുമ്പോൾ മുന്നോട്ട് വരുന്നതോറും ചെറിയ സെറ്റുകളാണ്. അല്ലെ ആദ്യത്തേതാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ മുമ്പോട്ട് വരുന്ന സെറ്റുകളിലുള്ളതൊക്കെ പഴയ സെറ്റുകൾ ഉള്ള മെമ്പേഴ്സ് മാത്രമാണ്. W2-ലുള്ളത് W1-ലുള്ളത് മാത്രമാണ്. W1-ലുള്ളതിനേക്കാൾ കൂടുതലൊന്നും ഇങ്ങോട്ട് വരില്ല. W3-ലുള്ളത് W2-ലും ഉണ്ട്, W1-ലും ഉണ്ട്. അപ്പം അങ്ങനൊരു പ്രത്യേകത പോയിന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ ഫോം ചെയ്യുന്ന നെസ്റ്റഡ് ലോക്കൽ ബേസ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു നെസ്റ്റഡ് ഫാമിലി നമ്മുടെ കയ്യിലുള്ള കൗണ്ടബിൾ ലോക്കൽ ബേസിൽ നിന്ന് ഫോം ചെയ്തു എന്ന് മാത്രം തൽക്കാലം വിചാരിക്കാം. ഇനി ഇത് പ്രൂഫിന് എങ്ങനെ ഉപകാരപ്പെടും എന്ന് നമുക്ക് നോക്കാം.